ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, അദ്ദേഹം വിസ്ഡം സ്റ്റേറ്റ് കൗൺസിലറാണ്. ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, ആദ്യം എനിക്ക് താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹം ഇന്ന് വന്ന 2 പ്രതികരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണം. അത് നമ്മുടെ കൊച്ചുമക്കളല്ലേ, അവരെ ഈ വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്നത്. സൂംബ എന്നതൊരു ഫിറ്റ്നസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഗീത നൃത്ത വ്യായാമ മുറയാണ്, അതിനെ എതിർക്കേണ്ടതില്ല, അതുകൊണ്ട് സർക്കാർ ഇതുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞത്. 2, CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത്, മതങ്ങൾ നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആജ്ഞാപിക്കേണ്ട എന്ന്. ഈ സുംബ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 ഉത്തരവാദിത്തപ്പെട്ട പ്രതികരണങ്ങളെ ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ എങ്ങനെ കാണും? അല്ല, ഞാൻ നമ്മുടെ അഭിമന്യായിട്ടുള്ള VP സുഹറ ആദ്യം പറഞ്ഞ ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? കുട്ടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ കുട്ടികളെ മൈനേഴ്സ് എന്ന നിലയിൽ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മൈനേഴ്സ് എന്ന നിലയിൽ കാണുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമുള്ള സാധാരണ നിലയിലുള്ള പൊതു നിയമങ്ങൾ പോലും ബാധകമാകാത്തവരാണ് എന്ന് പറയുന്നത്. ആ കുട്ടികളെ നമ്മൾ ഒരു സമൂഹത്തിൽ കൃത്യമായ നിഷ്ഠയോടെ ചിട്ടയോടെ അടിസ്ഥാനപരമായി അവർക്ക് നൽകേണ്ടത് എന്തോ അതൊക്കെ നൽകി വളർത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, ഒരു 10-35 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പുതിയൊരു വിദ്യാഭ്യാസ നയം വന്നത്. നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി വന്നിട്ടുണ്ട്. ആ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി ആവട്ടെ സമഗ്രമായ പഠനങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ളതാണ്. അതിൽ കുട്ടികളുടെ നാനോന്മുഖമായിട്ടുള്ള വളർച്ചകൾക്ക് വേണ്ടി എന്തെല്ലാമാണോ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ടതുള്ളത്, ഏതെല്ലാം രീതിയിലാണോ കുട്ടികളെ കാണേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്, അധ്യാപകൻ എന്തായിരിക്കണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രീതി എന്തായിരിക്കണം, കുട്ടികളോടുള്ള സമീപനം എന്തായിരിക്കണം, അവർക്ക് എല്ലാ മേഖലകളിലും കരുത്തുള്ളവരാകാൻ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും അവർക്ക് കഴിവുള്ളവരാകാൻ എന്തെല്ലാം ചെയ്യണം, ഇതെല്ലാം തന്നെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന പോളിസിയുണ്ട്. അതിൻ്റെ തുടർന്ന് വന്നിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്കുകളുണ്ട്. ഒരുപാട് ഡോക്യുമെൻറ്റുകൾ പല മേഖലകളും, ഈ പറഞ്ഞ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട, ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഈ നമ്മുടെ CBSEയുടെ സൈറ്റുകളിൽ തിരഞ്ഞാൽ കാണും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പെട്ടെന്നൊരു ദിവസം കുട്ടികൾക്ക് സ്ട്രെസ്സുണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് എന്ന രൂപത്തിലുള്ള ഒരു പരാമർശം വരികയും അതിനെ തുടർന്ന് അതിനുള്ളൊരു സൊല്യൂഷനായിക്കൊണ്ട്, ഒരു പരിഹാരമായിക്കൊണ്ട് സുംബ പോലെ നൃത്തം സജസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കുകയാണ്. 2014 നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കറുത്ത ബോർഡുകൾ മാറ്റിയിട്ട് പച്ച ബോർഡ് ആക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് മാത്രം വായിച്ചാൽ ഈ പറയുന്നതിനെല്ലാമുള്ള ഉത്തരമുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് ബോർഡ് പച്ചയാണോ കറുപ്പാണോ എന്നുള്ളതല്ല, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് പ്രശ്നമെന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരത്തിൽ ഒരു കറുത്ത ബോർഡ് ഒരു പച്ച ബോർഡ് ആക്കണമെങ്കിൽ അതിനു മുൻപ് വിദ്യാഭ്യാസ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കറുത്ത ബോർഡ് പച്ച ബോർഡ് ആക്കാൻ പോലും ഒരു ചർച്ച ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വിഷ്വൽ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും, ഇത് മാത്രമേ വിഷയമുള്ളൂ. എന്നിട്ട് പോലും അതിനകത്ത് അന്ന് വർഗീയതയോ രാഷ്ട്രീയമോ ഒക്കെ കാണാൻ ശ്രമിച്ചു. അപ്പം നമ്മളിവിടെ വളരെ ലളിതമായിട്ട് ഒരു ഇത്രയും വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ സ്ട്രെസ് റിലീഫിന് വേണ്ടി സുംബ ഡാൻസ് കളിപ്പിക്കാം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് പഠനത്തിൻ്റെയും ആവശ്യമില്ല എന്നാണോ? ഇത് ചോദിക്കുന്നത് വർഗീയതയാണോ? അല്ലെങ്കിൽ ഇത് ചോദിക്കുന്നത് മതത്തിൻ്റെ മാത്രം പ്രശ്നമാണോ? അപ്പോൾ വിദ്യാഭ്യാസ ഞാൻ എൻ്റെ ഒരു സംശയം, ഈ സുംബ എന്ന് പറയുന്ന പ്രത്യേക സംഗീത നൃത്ത വ്യായാമ പരിശീലനത്തെക്കുറിച്ച് മാത്രമാണോ നിങ്ങൾക്ക് ആക്ഷേപം?
അതോ സ്കൂൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അത് പഠനമുറികളാണ്, പഠിക്കാനുള്ളതാണ്, അതുകൊണ്ട് അവിടെ ഇതുപോലെയുള്ള നൃത്തരൂപങ്ങൾ ആവശ്യമില്ല? അത് സമ്മർദ്ദം കുറയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോകാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ അവരുടെ വഴിതിരിച്ചുവിട്ട് അവർക്ക് മാനസികോല്ലാസത്തിൻ്റെ സാധ്യതകൾ തുറന്നിടുന്ന കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഉല്ലാസ രീതികൾ വേണ്ട എന്നതാണോ പൊതുവിലായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? കാരണം അതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണ്ട എന്നാണോ? അതല്ല സൂംബ എന്ന് പറയുന്ന ആ നൃത്തരൂപത്തോടുള്ള നിങ്ങളുടെ വിയോജിപ്പാണോ? ഏതാണ് ഇതിൽ പുറത്തു വരുന്നത്? അല്ല, ഇവിടെ അത് ഈ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ രണ്ടു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, കുട്ടികളെ സംബന്ധിച്ചോളം അവർ പ്രാഥമികമായിട്ട് വരുന്നത് വിദ്യാഭ്യാസത്തിൽ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതേസമയം ഒരു എൻവയോൺമെൻറ്റിന്, കുട്ടികൾ പഠിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിന് അതിന് സ്യൂട്ടബിൾ ആക്കിയെടുക്കുക, കൺവീനിയൻ്റ് ആക്കി എടുക്കുക എന്നൊക്കെ ഉള്ളത് പ്രധാനമാണ്. ഒപ്പം തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനെയും പരിഹരിച്ചുകൊണ്ട് മാത്രമേ വിദ്യാഭ്യാസം നടക്കുകയുള്ളൂ. ഈ കാര്യത്തിൽ സംശയമില്ല. ഇതിൽ നമ്മളെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിനകത്ത് തന്നെ വളരെ നേരത്തെ തന്നെ ഉള്ളതാണ് ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പോർട്സ്, മറ്റു രീതിയിലുള്ള ആർട്ടുകൾ, പെയിൻറ്റിങ്ങൾ, ഈവൻ ആർട്ട് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പോലെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എന്തോ കൊണ്ടുവരുന്നത് എന്ന പോലെ ചർച്ച ചെയ്യേണ്ട. ഇവിടെ പ്രശ്നം വെച്ചാൽ ഇത് അല്ല, അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ശരി, അബ്ദുൽ ഹമീദ് പറപ്പൂർ, അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? കുട്ടികളിലെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാൻ സൂംബ ഡാൻസ് പോലെയുള്ള വ്യായാമ മുറകൾ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടി? ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ അവർക്ക് പല വിധത്തിലായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള അവരുടെ ഒരു എസ്കേപ്പിസം, അതിൽ നിന്നുള്ള അവരുടെ അവരതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ കൂടിയാണ് ഇതുപോലെയുള്ള ലഹരി കൂട്ടായ്മകളിലേക്ക് അവർ ചെന്ന് വീഴുന്നത്. അത് വേണ്ട. ഇപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, അതല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ ആ അഡോളസൻസ് പീരീഡിൽ അവർ നേരിടുന്ന പലതരത്തിലുള്ള സംശയങ്ങളുടെ പേരിലായിരിക്കാം. ഇങ്ങനെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദത്തിനിടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കുക എന്ന വളരെ ലളിതമായ, വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. അതല്ലാതെ ഇത് നടപ്പാക്കി ഉടനെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ആരും തന്നെ ഇനി ലഹരിയിലേക്ക് പോകില്ല. താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നം അതാണ്. അതിനുള്ള ഒരു പോംവഴി എന്ന നിലയിലോ പരിഹാരം എന്ന നിലയിലോ അല്ല, നേരെ മറിച്ച് കുട്ടികളിലെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള പല വിധത്തിലായുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ് സർക്കാർ അതിനെ കണ്ടിട്ടുള്ളത്. അത് സ്കൂളുകളിൽ കൊണ്ടുവരുന്നു. പിന്നെ അത് വേണമെങ്കിൽ ഒരു ഓപ്ഷണൽ ആക്കാം. അതായത് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, താല്പര്യമില്ലാത്തവർക്ക് മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നതിന് പകരം സൂംബ എന്ന് പറയുന്ന രീതി ശരിയല്ല, അത് അപകടകരമാണ്, അത് ആണും പെണ്ണും ഇടകലർന്ന് അല്പവസ്ത്രധാരികൾ നടത്തുന്ന ഡാൻസാണ്, അതിൽ നിന്നൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകുന്നത്, ഇത് ആഘോഷത്തിൻ്റെ സംസ്കാരമാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നതിലെ നിരർത്ഥകതയെക്കുറിച്ചാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, നമ്മളിവിടെ അതാണ് ചർച്ച ചെയ്യുന്നത്. വെച്ചാൽ സ്ട്രെസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടാകും. ഈ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തുകയും അത് സ്വാഭാവികമായും മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകളും ആരാണോ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരാണ് ഈ കാര്യം കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള പരിഹാരമാണ് അവർ നിർദ്ദേശിക്കേണ്ടത്. ആ രീതിയിൽ അത് പരിഹാരം നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ചർച്ച വരും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധർക്കിടയിൽ ചർച്ച വരും. നമുക്കറിയാം ഇവിടെ ഇത് വന്നത് കേവലം ഒരു 1.5 മാസം മുൻപുള്ള ഒരു പരാമർശത്തിൻ്റെ ബാക്കി പത്രം എന്നല്ലാണ്. അപ്പോൾ ആ നിലയിൽ വരേണ്ട ഒന്നല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത്. കാരണം ഇത് കുട്ടികളുടെ മനോനിലയെ, ജീവിത വീക്ഷണത്തെ, അവരുടെ മൂല്യബോധത്തെ, മറ്റു രീതിയിലുള്ള ഒരു സമഗ്ര വികാസത്തെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യതയാർന്ന എന്തെങ്കിലും ഒരു വിശകലനം, ഒരു പഠനം ഇതൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇത് എല്ലാ സ്കൂളുകളിലും ഒരു പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ ആൺ പെണ്ണെന്നുള്ള വിഷയത്തെ മാത്രം ചുരുക്കി, വസ്ത്രം എന്നുള്ള വിഷയത്തിലേക്ക് മാത്രം ചുരുക്കി അതിനെ കാണരുത്. അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യാം. അല്ലല്ല, അങ്ങനെ കാണേണ്ടി വരുന്നത് ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, അങ്ങനെ കാണേണ്ടി വരുന്നത് അഷ്റഫ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് അല്പവസ്ത്രധാരികൾ സൂംബ എന്ന് പറയുന്ന നൃത്തരൂപത്തെ കുറിച്ച് അല്ലെ, വ്യായാമ പരിശീലനത്തെ കുറിച്ച് അല്ല, താങ്കൾ പറഞ്ഞോളൂ. അതായത് ഡാൻസ് ചെയ്ത് ഫിറ്റ്നസ് നേടാം എന്നതാണല്ലോ സൂംബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിൽ സംശയമുണ്ടോ? അതായത് ഈ ഡാൻസ് ചെയ്താൽ ഫിറ്റ്നസ് നേടാൻ കഴിയുമോ എന്ന കാര്യത്തിലാണോ അന്വേഷണം വേണ്ടത്, അല്ലെങ്കിൽ ഇത് കുട്ടികളിൽ സന്തോഷം ഉണ്ടാക്കും എന്ന കാര്യത്തിലാണോ പരിശോധന വേണ്ടത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഓരോ കലാരൂപവും അതുണ്ടാക്കുന്ന ഫലങ്ങളെ കുറിച്ചൊക്കെ ശാസ്ത്രീയമായി പരിശോധിച്ച് ശേഷമാണോ ആളുകൾ അത് പഠിക്കുന്നത്? ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് നിൽക്കുമ്പോൾ ഈ കൗൺസിലിംഗ് കൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് പരിശോധിച്ച ശേഷമാണോ അതിലേക്ക് പോകുന്നത്? ഇനി സംസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും മുതൽ ഇവിടെ വിളമ്പുന്ന ഭക്ഷണം ഉൾപ്പെടെ കേൾക്കുന്ന സംഗീതം ഉൾപ്പെടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായതാണോ? ഈ മണ്ണിൽ നിന്ന് രൂപം കൊണ്ട സംസ്കാരത്തിന്റെ ഭാഗമാണോ? സംസ്കാരമാണ് ഇനി പ്രശ്നമെങ്കിൽ? അല്ല, ഇവിടെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ടി കെ അഷ്റഫ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ വളച്ചൊടിക്കരുത്. അദ്ദേഹം പറഞ്ഞതെന്തുള്ളൂ, ഇങ്ങനെ അല്പവസ്ത്രധാരികളായ കുട്ടികൾ തുള്ളുന്ന ഒരു സംസ്കാരത്തിലേക്ക് നയിക്കാവുന്ന അല്ലെങ്കിൽ നയിച്ചേക്കാവുന്ന എന്നൊരു പരാമർശമാണ്. അല്ലാതെ അദ്ദേഹം അതിട്ട് തുള്ളുമെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമതായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ ഏതൊരു വ്യായാമ മുറയാകട്ടെ അതല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ഇത്തരത്തിൽ പരിശീലകർ ആവശ്യമുള്ള ഒരു കാര്യം, അത് പരിശീലനം കൃത്യമായി ലഭിച്ചവർ തന്നെയാണ് കൊടുക്കേണ്ടി വരിക. ഇവിടെ അധ്യാപകരുകൾ നോക്കൂ, അധ്യാപകർക്ക് അവരുടെ ഒരു സാധാരണ രീതിയിലുള്ള ഡിഗ്രിയോ പി ജിയോ എടുത്തതിന് ശേഷം അവർക്കൊരു പ്രൊഫഷണൽ ഡിഗ്രി കൊടുക്കുന്നുണ്ട്. എന്തിനാണത് കൊടുക്കുന്നത്? DLEDോ BEdോ കൊടുക്കുന്നത് എന്തിനാണ്? കൃത്യമായി കുട്ടികളെ അവരുടെ മനോനിലയെ, അവരുടെ മനഃശാസ്ത്രത്തെ, അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫിലോസഫിയെ, പെഡഗജിയെ ഒക്കെ മനസ്സിലാക്കി മാത്രമേ വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ പരിശീലനമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കയറി ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ട്രെയിനിങ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് സുംബ എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്ര ലളിതമായി ഒരു 4 ദിവസം കൊണ്ട് പഠിച്ചെടുത്ത് അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തോ വളച്ചൊടിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണല്ലോ. ഞാൻ ആ വരി ഒന്ന് വായിക്കാം. ഞാനൊന്ന് വായിക്കാം. ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല. ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം. ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ്. എന്തിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്? അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് അല്ല, എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? പിന്നെ ആരാണ് വളച്ചൊടിച്ചത്? അല്ല, അബ്ദുൽ ഹമീദ് പർപ്പൂർ. ഞാൻ വളച്ചൊടിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ? അല്ലല്ല, സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുട്ടി ഇപ്പൊ ഇന്നലെ സർക്കാർ തന്നെ വെച്ചാൽ മേലുദ്യോഗസ്ഥർ തന്നെ സ്കൂളുകളിലേക്ക് സർക്കുലർ വിട്ടിട്ടുണ്ട്. കുട്ടികളോട് എന്ത് ചെയ്യണം, പരിശീലനം കഴിച്ച് വരണമെന്നുണ്ട്. ഈ പറഞ്ഞ അയച്ചിട്ടുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ ആ സർക്കുലർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള ലിങ്കുകൾ, അതിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് വല്ല നന്നായിട്ട് മറ്റേ പർദ്ദയൊന്നും ധരിച്ചതല്ല. വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്താണോ പാശ്ചാത്യർ പുലർത്തുന്ന മാനദണ്ഡം, ആ മാനദണ്ഡത്തിലേക്ക് പോകാമെന്നുള്ള അപകടമുണ്ട്. താങ്കൾ ഈ ദൃശ്യങ്ങൾ നോക്കി, സ്കൂൾ യൂണിഫോം ഇട്ട് കുട്ടികൾ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിനകത്ത് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്ന അവരുടെ സ്കൂൾ യൂണിഫോമിൽ വന്ന് അവർ നൃത്തച്ചുവടുകൾ, അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന്റെ ഭാഗമായി ഇത്തരം നൃത്തച്ചുവടുകൾ വെക്കുന്നത്, അത് ഇത്ര വലിയ അപകടകരമായി അവതരിപ്പിക്കുന്നതിലെ പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ താങ്കൾ പറയുന്നത്? ഏതുതരം വസ്ത്രം ധരിച്ചിട്ടാണ് ഇവർ സൂംബ ചെയ്യാൻ പോകുന്നതെന്നാണ്? ഒരു സൂംബ അധ്യാപിക നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ അബ്ദുൽ ഹമീദ് പർപ്പൂർ, ഞാൻ താങ്കൾക്ക് പറയാനുള്ള സമയം തരാം. ഞാൻ ഒരു മിനിറ്റ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോട്ടെ. അല്ല, ഒരു കാര്യം പറയാൻ ചോദിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ സ്റ്റഡി ടൂറുകൾ എന്ന രീതിയിൽ ആരംഭിച്ച ടൂറുകൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. അത് ആരെങ്കിലും പ്രത്യേകമായിട്ട് കൃത്യമായിട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് പോയത് കൊണ്ടാണോ ഇന്ന് സ്റ്റഡി ടൂറുകൾ DJ പാർട്ടികളിലേക്കും അതിന്റെ അപകടങ്ങളിലേക്ക് പോയി? ഇന്ന് സ്റ്റഡി എൻട്രിയാണ്, ഒരു തുടക്കമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ശരിയാക്കേണ്ട കുറെ കാര്യമുണ്ട് കേട്ടോ ശ്രീ അബ്ദുൽ ഹമീദ് പർപ്പൂർ. വിഷാംശമില്ലാത്ത ഭക്ഷണം, ഒരു മിനിറ്റ്, വിഷാംശമില്ലാത്ത ഭക്ഷണം എല്ലാ ആളുകൾക്കും ഉറപ്പാക്കണം. ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം. ഷവർമ കഴിച്ച ആളുകൾ മരിക്കുന്ന നാടായത്. കുഴിയിൽ വീണ് ആളുകൾക്ക് അപകടമുണ്ടാക്കി മരണം സംഭവിക്കുന്ന നാടായത്. എല്ലാ റോഡുകളും ആദ്യം ശരിയാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ വസ്ത്രത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ ആവലാതികൾ. അതൊക്കെയല്ലേ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തനത് ഭക്ഷണ രീതി അങ്ങനെയാണെങ്കിൽ
നേരത്തെ പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഇനി ഇംഗ്ലീഷ് ഭാഷയും നമുക്ക് വേണ്ട, കാരണം അത് പുറത്തുനിന്ന് വന്നതാണ്. നമുക്ക് നമ്മുടെ തനത് ഭാഷയും നമ്മുടെ തനത് സംസ്കാരവും മാത്രം വളർത്തിയെടുക്കാം, അതിൽ വളരാം, അതിൽ നിലനിൽക്കാം, ആ മൂല്യബോധത്തിൽ ജീവിക്കാം. അങ്ങനെ മതിയോ? ഒന്നാമത്തെ കാര്യം ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, സംസ്കാരം എന്ന് പറയുന്നത് ഓരോ കാലത്തിനനുസരിച്ച് ആ കാലത്തിലെ വെല്ലുവിളികളുമായി അതിജീവിച്ചുണ്ടാകുന്ന അതാത് കാലത്ത് രൂപപ്പെടുന്ന ഒന്നാണ് സംസ്കാരം. അതിന് തനതെന്നോ ശാശ്വതമെന്നോ പറയുന്ന ഒന്നില്ല സംസ്കാരത്തിന്. അതാണ് കൾച്ചർ സ്റ്റഡീസ് ഒക്കെ നമ്മളോട് പറയുന്നത്. ശരി, ഏതായാലും നമുക്ക് ഈ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ, താങ്കൾക്ക് താങ്കളുടെ നിലപാടുണ്ട്, ഞാൻ അതിനെ മാനിക്കുന്നു.